Jin, itu ആ ചേട്ടത്തൊക്കെ പോവാൻ സമയമായി. ദോശ മാത്രമായുള്ളൂ, കറിയായില്ല. എന്നാന്നറിയില്ല, ഈ മാസം ഭയങ്കര വയറുവേദന. എന്തെന്നാ ഇനി പറയുന്നേ? എന്ത് ചായ ആയിക്കില്ല? നിനക്ക് പോവാൻ സമയമായി ഞാനല്ലേ? എല്ലാ മാസവും ഈ വയറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഈ ചായ ഉണ്ടാവുക, പണിക്ക് വന്ന് നോക്കുമ്പോൾ സാധനം ഉണ്ടാവും. ശലക്കുമ്പത്തേക്കും. ഹലോ. ഹലോ. നീ എന്നാ എടുക്കുവാ? ഞാൻ അലക്കാൻ തുടങ്ങുമായിരുന്നു, അന്നേരം വിളിച്ച അമ്മ. എന്നാ പറ്റി നിന്റെ സൗണ്ടിന്റെ ഒക്കെ ഒരു വ്യത്യാസം? ഞാൻ പീരീഡ്സ് ആയിട്ട് ഭയങ്കര വയറുവേദന. 3-4 ഡേറ്റ് മാറിയിട്ടായ 3-5 ദിവസം. അതിന്റെ തോന്നുന്നു ഭയങ്കര വയറുവേദനയും നടുവേദനയൊക്കെ. അതെയോ? എന്നാ കുറച്ച് സമയം പോയി റെസ്റ്റ് ഒക്കെ എടുക്കാൻ മേലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനാ? ഒരു ലോഡ് ഉണ്ട് അലക്കാൻ. ധ്യാനുവിന്റെ യൂണിഫോം, നാളെ ഇടേണ്ട യൂണിഫോം ഉണ്ട് അലക്കാൻ. പ്രജീഷാടിന്റെ ഉണ്ട്. ഇതൊന്നും പിന്നെ ചോറെല്ലാം വെക്കണം. ഇതൊന്നും വെച്ചില്ല. ഇനി പ്രജീഷാട്ടൻ വന്നിട്ട് പിന്നെ അതിനും കേൾക്കണ്ട വരും. എന്തൊരു വിധിയാ നോക്ക്. എല്ലാ മാസവും എന്നാ ഒരു വയറുവേദനയൊക്കെയാ വരുന്നേ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ ദൈവം തന്നതല്ലേ, ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നോക്കിട്ട് കാര്യമില്ല. കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. വയറുവേദന അങ്ങ് മാറും. നോക്കട്ടെ. ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടക്കാം. എന്നാ ശരി, ഞാൻ തീർക്കട്ടെ, അലക്കട്ടെ. എന്നാ ആയിക്കോട്ടെ. itu Jin, നിങ്ങളെപ്പാ വന്നേ? ഞാൻ കണ്ടില്ലല്ലോ. അതെങ്ങനെയാടോ? നല്ല ഉറക്കല്ലേ ഇഞ്ഞി? ഇവിടെ ഒരു കള്ളം വന്നാൽ അറിയാ. ഈ അടുക്കളയിൽ എന്തെന്നാ കാട്ടിച്ചു? എന്തെങ്കിലും ഒരു പണിയും എടുത്തുകൂടാ? ഞാൻ പോയാലും കിടന്ന് ഉറങ്ങിയായിരിക്കും അല്ലേ? പണിയെടുക്കാൻ കഴിയൂലാഞ്ഞിട്ടല്ല പ്രജീഷേട്ടാ, ഭയങ്കര നടുവേനയും വയറുവേനയും തലചുറ്റലെല്ലാം ആയിരുന്നു. അടുക്കളയിൽ നിൽക്കാനാവുന്നില്ല. ആ ക്ഷീണത്താ ഞാനിവിടെ ഒന്ന് വന്ന് കടന്നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇപ്പം അതെല്ലാം എടുത്ത് വെച്ചോളാം. എനിക്ക് മാത്രമല്ല ഈ ക്ഷീണവും കാര്യങ്ങളുള്ളൂ. ഞാനല്ല, എൻ്റെ അമ്മയല്ല ഈ പറഞ്ഞ ഇഞ്ച പ്രായം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അമ്മ ഒന്ന് ഇങ്ങനെ കാണിക്കുന്നത്, കളിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. നീ എന്തേലും കാണിക്കും, എടുത്തു വെക്കേണ്ട എന്തെങ്കിലും ചെയ്യും. എനിക്ക് എന്നോട് പറയാനാവില്ല. എന്താ 8 മണിയായല്ലോ, പണിക്കൊന്നും പോകുന്നില്ലേ? എണീക്കാത്ത പ്രജീഷേട്ടാ, നിങ്ങൾ എന്തായാലും പണിക്ക് പോകുന്നില്ല? ഞാൻ ഇന്ന് പോകുന്നില്ല. എനിക്ക് നല്ല ഭയങ്കര വയറുവേദന. എന്താ പെട്ടെന്ന് വയറുവേദന? ഇന്നലെ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അത് പിടിക്കാത്തതാ. എന്നാ ബാ എണീക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ബാ എണീക്ക്, വേഗം എണീക്ക്. വാ ഇരിക്കും. എന്നാ പറ്റിയേ? എന്നാ ഡോക്ടറെ, ഇന്ന് രാവിലെ മുതൽ എണീച്ചപ്പോ ഭയങ്കര വയറുവേദന. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിനോ? ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് വേദന ഉണ്ടോ? തൊടുമ്പോ ഈ സൈഡിൽ നിന്നുള്ള വേദനയാവുന്നുണ്ട്. പരിശോധിക്കട്ടെ. ശ്വാസം വലിച്ച്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിന്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. ഫുഡ് ഇൻഫെക്ഷൻ ആയി കാണും. ഞാൻ കുറച്ച് മരുന്ന് എഴുതുന്നുണ്ട്, അത് കഴിച്ചിട്ട് നോക്ക്. ഇവക്കും ഉണ്ട് അതുപോലെ തന്നെ വയറുവേദന. രണ്ടാളും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിനാ? ഡോക്ടർ, ഞാൻ ഫുഡ് കഴിച്ചതിന്റെ അല്ല, എനിക്ക് പീരീഡ്സ് ആയതിന്റെ.
നിങ്ങളതിപ്പോൾ ഇതൊരു ഫുഡ് ഇൻഫെക്ഷൻ ആയ വേദനയാണ്. ഇത് ഞാൻ കുറച്ച് മരുന്ന് എഴുതുന്നുണ്ട്, അത് കഴിക്കുക, അത് കഴിച്ചാൽ അങ്ങ് മാറും. പക്ഷെ ഇവരെ വേദന അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് സ്നേഹവും കരുതലും കൊടുത്തൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, എന്നാൽ മാറാവുന്ന വേദനയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഈ മരുന്ന് 2 ദിവസത്തേക്കാണ് എഴുതുന്നുണ്ട്, അത് കഴിക്കും. എന്നിട്ട് കുറവില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വാ. ഓക്കെ. പീരീഡ് സമയങ്ങളിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോഴും നമ്മുടെ ബോയ്സ് പല ആൾക്കാർക്കും മെൻസ്ട്രൽ പെയിൻ എന്താണ്, മെൻസസ് പീരീഡിൽ എന്തൊക്കെയാണ് സഹിക്കുന്നതെന്ന് അറിയാത്ത പല ബോയ്സ് ഇപ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഈ ബ്യൂട്ടിഫുൾ പറയുന്നത്. ബാത്റൂമിൽ കാണുന്നില്ലല്ലോ. ഇതെന്താ രജീഷ നിങ്ങൾ അടുക്കള ചെയ്യുന്നേ? എല്ലാന്നും ചായ ഇനിയല്ല എനിക്ക് ഉണ്ടാക്കി തരുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചായ എനിക്ക് ഉണ്ടാക്കി തരാൻ. നോക്ക്, ഇതിന് കടുപ്പം കൂടുതലുണ്ടോ മധുരം കൂടുതലുണ്ടോ അറിഞ്ഞൂടെ ഉണ്ടാക്കിയതാ. ഇതാ കുടിച്ചു നോക്കിയാണ്. ഇതെന്തിനാ ചായ എല്ലാം ഇട്ടെ? നിങ്ങൾ പണി ഡ്രസ് എല്ലാം എടുത്തത് ഞാൻ ഇതാക്കാം. ഇല്ലടോ, ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല. അതെ, ഇന്നത്തെ അടുക്കളയിലെ പണി മാറിയിട്ടില്ല. ഇല്ല, അതല്ല, ഇന്നത്തെ അടുക്കളയിലെ പണി മൊത്തം ഞാൻ എടുക്കും, നീ പോയി റെസ്റ്റ് എടുക്കും. അത് വേണ്ട പ്രജീഷേട്ടാ, ഞാൻ തന്നെ എടുത്തു. എനിക്ക് എടുത്താ തീരാന്ന് പണിയാണ്. നിങ്ങൾക്കൊക്കെ പണിയൊന്നും വേണ്ട, നീ പോയി കിടന്നു. ഞാനും മനസ്സിലാക്കേണ്ടതായിരുന്നു നിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. സാരില്ല. ഞാൻ ഇന്നലെ ഡോക്ടർ പറഞ്ഞപ്പോഴും പിന്നെ കുറെ വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ഉണ്ടാകും കൂടെ.